തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ദുർഗ്രഹ വചനങ്ങൾ എന്ന ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏതാനും വേദഭാഗങ്ങളായിരുന്നു. അതിന് തുടർച്ചയായി ഇന്നും 5-ാം അധ്യായത്തിൽ 29-30 വചനങ്ങളിൽ കാണുന്ന ചില പ്രതിപാദ്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ശരീരമാകെ നരകത്തിലെറിയപ്പെടുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്നും നഷ്ടപ്പെടുത്തുന്നതാണ് നല്ലത്. യേശുവിൻ്റെ ഈ വചനങ്ങൾ ഒരുപക്ഷെ ചിലരിലെങ്കിലും സംശയമുണർത്തുന്നതാണ്. മനുഷ്യൻ്റെ നാനാവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ സൃഷ്ടിച്ച ശരീര അവയവങ്ങളെ ഛേദിച്ച് കളയാൻ യേശു തന്നെ പറയുന്നതിൻ്റെ ഉള്ളിലെ കാരണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, വിനാശകരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരാവയവങ്ങളെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അതിലൊന്നില്ലാതെ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുക ആണ് എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. ഈ അംഗങ്ങൾ ഛേദിക്കുന്നതിനെ പറ്റി മത്തായിയുടെ സുവിശേഷത്തിൽ മറ്റ് ചില ഭാഗങ്ങളിലും കാണാം. ഉദാഹരണമായി 18-ാം അധ്യായം 8-9 വചനത്തിലും 9-ാം അധ്യായം 43 മുതൽ 48 വചനത്തിലും ഒക്കെ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വചനത്തിലും ഇപ്രകാരമുള്ള അംഗവിച്ഛേദനത്തിൻ്റെ ചില വിവരണങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ അടിസ്ഥാന ചിന്ത അല്ലെങ്കിൽ അടിസ്ഥാന പ്രബോധനം എന്താണെന്ന് ചിന്തിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുമ്പോൾ പലതരത്തിലുള്ള ഭാഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ഒരുപക്ഷെ അതിശയോക്തി കലർന്ന ഒരു പ്രയോഗമാണ്. പറയാൻ പോകുന്ന പ്രബോധനത്തിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളിക്കുവാൻ അല്ലെങ്കിൽ കാര്യമായി തൻ്റെ അനുവാചകരെ ബോധിപ്പിക്കുവാൻ തക്കവണ്ണം അതിശയോക്തിയോടുകൂടി പറയുന്ന ഒരു ഭാഗമാണിത്. അക്ഷരാർത്ഥത്തിൽ അപ്രകാരം ചെയ്യണമെന്ന് ഉള്ളതിനേക്കാൾ അതിനപ്പുറമായി അതിൻ്റെ ആന്തരികമായ അർത്ഥത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പൂർവ്വകാലങ്ങളിൽ ഒരുപക്ഷെ ഈ അക്ഷരാർത്ഥത്തിൽ ഇക്കാര്യം ചെയ്തവർ പോലും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാം. എന്നാൽ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അതിനുള്ളിലെ പ്രബോധനങ്ങളിലാണ്. ഈ വാക്യം പറയുന്നത് അതിന് തൊട്ടു മുമ്പുള്ള ഭാഗത്തോട് ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. നിൻ്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതു അല്ലെങ്കിൽ പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് കളയുക എന്ന് പറയുന്നത് നാം മുമ്പത്തെ ക്ലാസ്സിൽ, ഇതിന് തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ നാം ചിന്തിച്ച ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുക എന്ന ചിന്തയോട് ചേർത്തുമാണ് യേശു പ്രതിപാദിക്കുക. കാരണം ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും കാഴ്ചകളാണ് പിന്നീട് പലരെയും തിന്മയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് സൂചനകളുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദാവീദ് രാജാവ് മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് അദ്ദേഹത്തെ വലിയ കൊലപാതകത്തിനും വ്യഭിചാരത്തിനും അദ്ദേഹത്തെ നയിച്ചത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് ഒരുവനെ തിന്മയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈ കാഴ്ചയ്ക്ക് ഹേതുവാകുന്ന അല്ലെങ്കിൽ കാഴ്ച ഒരുവനെ തിന്മയിലേക്ക് നയിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിൻ്റെ കണ്ണ് ചുഴന്നെടുത്ത് കളയുക, നിന്നെ വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക് നയിക്കാവുന്ന നിൻ്റെ കാഴ്ചകളെ മാറ്റുക എന്നുള്ള ഒരു പ്രബോധനമാണ് നാം ഇവിടെ കാണുക. യഥാർത്ഥത്തിൽ അവയവങ്ങളല്ല തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവയവങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മനസ്സിൻ്റെ പ്രേരണകളാണ്. നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി നമ്മുടെ അവയവങ്ങളെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നാം ഹൃദയത്തിൽ സ്നേഹം വരുമ്പോഴാണ് നമ്മുടെ കരം കൊണ്ട് ഒരാളെ തലോടുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ സ്പർശിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാം ചെയ്യുക. അതേ കരങ്ങൾ കൊണ്ട് തന്നെയാണ് ഹൃദയത്തിൽ തിന്മയുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും അതേ കരങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കരങ്ങളല്ല അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഹൃദയത്തിൽ
മനസ്സിൽ വരുന്ന പ്രചോദനങ്ങളാണ്. ആ പ്രചോദനങ്ങൾക്ക് കാരണമാകുന്നതാണ് പലപ്പോഴും നമ്മുടെ നേത്രങ്ങൾ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങൾ മുറിച്ചു കളയുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് പോലും നിരക്കാത്തതാണ്. അപ്പോൾ അംഗങ്ങളെ ഛേദിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ഛേദിക്കാനുള്ള യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ കാതൽ സുവിശേഷത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും കാണുന്നത് പോലെ എന്തുകൊണ്ടായിരിക്കാം മത്തായി അപ്രകാരമുള്ള ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൻ്റെ സ്വാധീനം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ സങ്കേതം മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസ് സുവിശേഷം എഴുതുന്നത് മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. റോമിലെ ഘോരമായ മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മർക്കോസ് തൻ്റെ സുവിശേഷം രചിക്കുന്നത്. അപ്പോൾ ഈ മതപീഡനത്തിൻ്റെ കാലത്ത് തൻ്റെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളിൽ അനേകരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു നിൽക്കുകയും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെട്ടിനുറുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പോലും, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ശരീരത്തിൻ്റെ കൈയോ കാലോ ശിരസോ കഴുത്തോ ഒക്കെ ഛേദിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ വിശ്വാസമാണ് ഏറ്റവും വലുത്. തൻ്റെ ശരീരത്തേക്കാൾ, തൻ്റെ ശരീരാവയവങ്ങളെക്കാൾ വിശ്വാസത്തിൻ്റെ, യേശുവിലുള്ള ആഴമായ വിശ്വാസമാണ് പ്രാധാന്യം. അപ്പോൾ ആ വിശ്വാസത്തിന് വേണ്ടി ശരീരം പോലും ഛേദിക്കപ്പെടുന്നത് നിത്യരക്ഷയിലേക്ക് ഒരുവനെ നയിക്കുന്നു എന്ന ചിന്തയാകാം ഈ പരാമർശത്തിന് പിന്നിലുള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ആധുനിക ലോകത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ആധുനിക ലോകത്തിൽ നവമാധ്യമങ്ങളുടെയും മാധ്യമങ്ങളുടെയും ലോകത്തിൽ ഏറ്റവും അധികം തിന്മ ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്രകാരം കണ്ണുകളെ ചുഴന്നെടുത്ത് കളയണമെന്നല്ല, തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ കാഴ്ചകളെ ആന്തരികമായ ഛേദനങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഇതിൻ്റെ ഉൾപ്രബോധനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മത്തായി സുവിശേഷകൻ്റെ ഈ പരാമർശത്തിലൂടെ നാം ആഴമായി മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു ഭാഗമാണ് 5-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ. അതിപ്രകാരമാണ്, നിങ്ങൾ ആണയിടരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും ആണയിടരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും ആണയിടരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ പോലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ലല്ലോ എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആണയിടുകയേ അരുത് എന്നൊരു പരാമർശം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത് വളരെയധികം സംശയം നമ്മളിൽ ഉണർത്തുന്നതാണ്. കാരണം നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും പലപ്പോഴും നാം പലതിനെ കൊണ്ടും ആണയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം പറഞ്ഞതിൻ്റെ ഉള്ളിലെ അർത്ഥം എന്താണ്? ഇസ്രായേലിലും പുരാതന പൗരസ്ത്യ ദേശത്തുമൊക്കെ ഒരു വാഗ്ദാനം നിറവേറ്റപ്പെടും എന്നതിൻ്റെ ബാഹ്യമായ അടയാളമായിരുന്നു ശപഥം. അപ്പോൾ ഉടമ്പടിയിൽ ഏർപ്പെടുക, ശപഥങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് യഹൂദരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പലപ്പോഴും സാമുവേലിൻ്റെയും അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പല ഗ്രന്ഥങ്ങളിലും ആദിപിതാക്കന്മാർ ആണയിടുന്നതും ശപഥം ചെയ്യുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ ആണയിടുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ സൂചനകളും നിയമങ്ങളും നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ആണയിടുമ്പോൾ മിഴിയിൽ നിർമ്മിച്ച രൂപങ്ങൾ ഉരുക്കുകയോ മൃഗങ്ങളെ വെട്ടിനുറുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഉടമ്പടി ലംഘിക്കപ്പെട്ടാൽ, ശപഥം ലംഘിക്കപ്പെട്ടാൽ ഈ മൃഗങ്ങളെ മുറിച്ചതുപോലെ ഇതിലാരാണോ ഈ ശപഥം ലംഘിക്കുന്നത് അവരെ മുറിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മെഴുകുപോലെ ഉരുക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു. അപ്പോൾ കാളയെപ്പോലെ മെഴുക് സ്തൂപങ്ങൾ അല്ലെങ്കിൽ കാള പോലെയുള്ള മെഴുക് സ്തൂപങ്ങൾ ഉണ്ടാക്കിയതിനെ ഉരുകുന്നത് പോലെ ഈ ഉടമ്പടി ലംഘിക്കുന്നതിൻ്റെ മേൽ ഉടമ്പടി ലംഘിക്കുന്ന മേൽ ശിക്ഷകൾ നടപ്പാക്കുവാനുള്ള രീതികൾ യഹൂദരിലുണ്ടായിരുന്നു. മാത്രമല്ല അവർ സ്വർഗത്തിലേക്ക് ഉയർത്തി കൈകൾ ഉയർത്തി ശപഥം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 22-ാം വചനത്തിലും നിയമാവർത്തനം പുസ്തകം 32-ാം അധ്യായം 40-ാം വചനത്തിലും ദാനിയേലിൻ്റെ പുസ്തകം 12:7-ലുമൊക്കെ കൈകൾ ഉയർത്തി ദൈവത്തെ നോക്കി സ്വർഗത്തെ നോക്കി ആണയിടുന്നത് നാം കാണുന്നുണ്ട്. ദൈവത്തെ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യുന്നതായിട്ട് നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ഏശയ്യായുടെ പുസ്തകത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകത്തിലുമൊക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ
ദൈവനാമത്തിൽ ആണയിടാനും യഹൂദർക്ക് അനുവാദമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 19-ാം വചനത്തിലും സാമുവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 44-ാം വചനത്തിലും തുടർന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ ദൈവനാമത്തിൽ ആണയിടുന്നത് നമുക്ക് കാണാമായിരുന്നു. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന വാക്ക് 10 പ്രമാണങ്ങളിൽ വ്യക്തമായി നാം കാണുന്നത് ഇപ്രകാരം ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് യേശു ആണയിടുകയേ അരുത് എന്ന് പറഞ്ഞിരുന്നത്? അപ്പോൾ ദൈവനാമത്തിൽ ശബ്ദം ചെയ്തിരുന്നു, ദൈവനാമത്തിൽ കരങ്ങൾ ഉയർത്തി ശബ്ദം ചെയ്തിരുന്നു, ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് യഹൂദനായ യേശു ഇപ്രകാരം ചെയ്തത്? അതിന് കാരണം വിവിധങ്ങളാണ്. ഒന്നാമത്തെ കാരണം, യഹൂദ മതപ്രകാരം ശബ്ദം ചെയ്യൽ അല്ലെങ്കിൽ ആണയിടൽ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സുദീർഘമായ പ്രക്രിയയായിരുന്നു. അതിൻ്റേതായ കർമ്മങ്ങളും ക്രമങ്ങളും ചട്ടങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി മിഷ്നായുടെ പുസ്തകത്തിൽ, അതായത് യഹൂദന്മാരുടെ നിയമപുസ്തകമായ നിയമവ്യാഖ്യാന പുസ്തകമായ മിഷ്നായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ യഹൂദ മതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ടായിരുന്നവർക്ക് ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ ക്രിസ്തു മതമായപ്പോഴേക്കും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും യഹൂദരുടെ ഈ നിയമം കൃത്യമായി അറിയത്തില്ലാത്തവർ പലപ്പോഴും കബളിപ്പിക്കപ്പെട്ടിരുന്നു. ഈ നിയമത്തെപ്പറ്റി വലിയ ബോധ്യമില്ലാത്ത യഹൂദർ തന്നെ പലപ്പോഴും ഈ കാര്യം ചെയ്യുമ്പോൾ കബളിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ആണയിടുകയേ അരുത്. കാരണം ആണയിടുകയേ അരുത് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ദുരുപയോഗത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. കാരണം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ശപഥം ചെയ്യുന്ന ഒരു രീതി യേശുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്നു. വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, വലിയ കോൺട്രാക്റ്റുകളോ വലിയ ശബ്ദങ്ങൾക്ക് മാത്രമല്ല, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവനാമത്തിൽ ആണയിടുന്ന ശപഥം ചെയ്യുന്ന രീതി യഹൂദരുടെ ഒരു പരമ്പരാഗത രീതിയായി, ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാറിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യേശു ദൈവനാമം ഉച്ചരിക്കാൻ മടിച്ചിരുന്ന യഹൂദർ അദോണായി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ടിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ടിരുന്നു. ഇനി അതിലുമൊക്കെ ഉയർന്നായി ദൈവനാമം ഉച്ചരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ പാദപീഠവും ദൈവത്തിൻ്റെ സിംഹാസനവുമായ ഭൂമിയെ കൊണ്ടും ആകാശത്തെ കൊണ്ടുമൊക്കെ ദൈവനാമത്തിന് പകരമായി വെച്ചുകൊണ്ട് ആണയിട്ടിരുന്നു. ഇങ്ങനെയുള്ള ചില ദുശീലങ്ങൾ അല്ലെങ്കിൽ ചില ശീലങ്ങൾ ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദരുടെ ഇടയിൽ യേശുവിൻ്റെ കാലഘട്ടത്ത് ഉയർന്നു വന്നിരുന്നു. കാരണം ജെറുസലേമിനെ യെശയ്യാ പുസ്തകത്തിൻ്റെ 66:1 പറയുന്നത് ദൈവത്തിൻ്റെ പാദപീഠം എന്നാണ്. ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അപ്പോൾ ജെറുസലേമിനെ രാജാവിൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമായി കണക്കാക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ട് ആണയിടുക അല്ലെങ്കിൽ ജെറുസലേമിൻ്റെ പേരിൽ ആണയിടുക എന്ന് പറയുന്ന ദൈവത്തെ കൊണ്ട് തന്നെയാണ് ആണയിടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ശപഥം ചെയ്യുന്നത് ദൈവത്തെ കൊണ്ട് ആണയിടുകയേ അരുത്. അത് ദൈവത്തെ കൊണ്ടും ആണയിടാൻ പാടില്ല, ദൈവനാമത്തിനും ആണയിടാൻ പാടില്ല, ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിനെ കൊണ്ടും ആണയിടാൻ പാടില്ല, ദേവാലയത്തെ കൊണ്ടും ആണയാൻ പാടില്ല എന്ന് അതിൻ്റെ പിന്നിലുള്ള കാരണം സ്വന്തം പേരിൽ ശപഥം ചെയ്യുന്നതിന് തുല്യമാണ് ശിരസിനെ കൊണ്ട് ആണയിടുക. ഇത് യഹൂദരുടെ ഇടയിൽ പതിവില്ലായിരുന്നു. സ്വന്തം ശിരസിനെ കൊണ്ട് ആണയിടുക എന്ന് പറയുന്നത് യഹൂദരുടെ ഇടയിൽ പതിവില്ലായിരുന്നു. ഇത് വിജാതിയരുടെ ഒരു രീതിയായിരുന്നു. തലയിൽ തൊട്ട് സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തം പേരിൽ ആണയിടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വന്തം പേര്, തൻ്റെ ശിരസ്, തൻ്റെ മുടി, ഇതൊക്കെ നിസ്സാരമായ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് യഹൂദരുടെ ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു രീതിയോ ആയിരുന്നില്ല, സമ്പ്രദായമായിരുന്നില്ല, മറിച്ച് ഇത് വിജാതിയരുടെ സമ്പ്രദായമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ, ദൈവത്തിൻ്റെ പേരിലോ ദൈവനാമത്തിൻ്റെ പേരിലോ ഏതിൻ്റെ പേരിലും ശപഥം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ പ്രബോധനമാണ് യേശു നൽകുന്നത്. അപ്പോൾ യേശുവിൻ്റെ ക്രിസ്തു ശിഷ്യന്മാരുടെ അടയാളം ദൈവത്തിൻ്റെ നിറവേറ്റപ്പെടേണ്ടത് അല്ലെങ്കിൽ തങ്ങളുടെ ചിന്തകളുടെയോ തങ്ങളുടെ വ്യാപാരങ്ങളുടെയോ ഉറപ്പ് നൽകേണ്ടത് ഒന്നിനെ കൊണ്ടും ആണയിട്ടുകൊണ്ടല്ല, മറിച്ച് യഥാർത്ഥവും വിശ്വസ്തവുമായ ജീവിതത്തിലൂടെയാണ് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്.
എൻ്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്, സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും ആണയിടരുത്, മറ്റൊന്നിനെ കൊണ്ടും ആണയിടരുത് എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 12-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, കാരണം അതിനപ്പുറത്തു നിന്നുള്ള എല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വാക്കുകളും പ്രവൃത്തികളും എപ്പോഴും ഒന്നായിരിക്കണം. എന്തു പറയുന്നു അത് തന്നെ പ്രവർത്തിക്കുക, എന്തു പ്രവർത്തിക്കുന്നു അത് പറയുക. അതാണ് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഈ കൃത്യമായ ധാർമ്മിക പ്രബോധനമാണ് യേശു ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ അവിടെ പറയാൻ യേശു ഉദ്ദേശിച്ചത്, യഹൂദർ ആണയിടുന്നത് പോലെ ദൈവത്തെ കൊണ്ടോ ദൈവനാമത്തെ കൊണ്ടോ ദൈവത്തിൻ്റെ പാദപീഠത്തെ കൊണ്ടോ ജെറുസലേമിനെ കൊണ്ടോ ആണയിടരുത്. എന്നാൽ വിജാതിയർ ആണയിടുന്നത് പോലെ സ്വന്തം ശിരസ് കൊണ്ടോ സ്വന്തം വ്യക്തിത്വം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായി എന്തുകൊണ്ടോ ആണയിടരുത്. യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു യഹൂദനാകാനോ ഒരു വിജാതീയനോ ആകാനല്ല. യഥാർത്ഥത്തിൽ ക്രിസ്തു പഠിപ്പിച്ച പോലെ സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും മാർഗത്തിലൂടെ ചരിക്കാനാണ് എന്ന ഒരു കാര്യമാണ് ഈ പ്രബോധനത്തിലൂടെ മത്തായി സുവിശേഷകൻ ഇതിലൂടെ നമുക്ക് വിവരിച്ച് നൽകുന്നത്. നമ്മളിപ്രകാരം പലതും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ നാം കാണുന്നതാണ്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. സ്വർഗസ്നായ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥനയിൽ കാണുന്ന ഒരു വാക്കാണ്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പലപ്പോഴും സംശയം ഉയരുന്ന, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള, ചിലപ്പോൾ സംശയം ഉയർന്നിട്ടുള്ള ഒരു ഭാഗമാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 3-ാമത്തെ യാചനയിലാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥന പലപ്പോഴും നാം കാണുക. അപ്പോൾ ഈ പ്രലോഭനങ്ങളെ പറ്റി പറയുമ്പോൾ ദൈവം നമ്മെ പ്രലോഭനങ്ങൾ നൽകി പരീക്ഷിക്കുമോ, അല്ലെങ്കിൽ പ്രലോഭനത്തിൽ ദൈവം ഉൾപ്പെടുത്തുമോ എന്നൊരു ചിന്ത പലപ്പോഴും ചോദിക്കുന്നത് കാണാം. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രലോഭനങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല വരിക എന്നാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 13-ാം വചനത്തിൽ നാം കാണുക. അപ്പോൾ പ്രലോഭനം തരുന്നത് ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ആദ്യത്തെ അതിനുള്ളൊരു ഉത്തരം, പ്രലോഭനം അതിൽ തന്നെ പാപമല്ല എന്നുള്ളതാണ്. പ്രലോഭനമല്ല പാപം. അപ്പോൾ പ്രലോഭനവും പ്രലോഭനത്തിൽ വീഴുന്നതും രണ്ടാണ്. പ്രലോഭനം എന്ന ആ വാക്ക്, അതിൻ്റെ ഹീബ്രു പദം നാസ എന്നൊരു വാക്കാണ്. നാസ. നാസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരീക്ഷിക്കുക, പരിശോധിക്കുക എന്നാണ്. ആ ഹീബ്രു പദത്തിൻ്റെ തുല്യമായ അർത്ഥം, തത്തുല്യമായ വാക്ക് പരീക്ഷിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിൽ പല സ്ഥലങ്ങളിലും നാം കാണുന്നുണ്ട് ദൈവം മനുഷ്യരെ ദൈവത്തോടുള്ള വിശ്വസ്തതയും ധാർമ്മികതയും തെളിയിക്കുന്നതിനായി പരീക്ഷിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്രാഹത്തെ ദൈവം പരീക്ഷിക്കുകയാണ് ചെയ്തത്. ഇവിടെ അബ്രാഹത്തെ പ്രലോഭനത്തിലേക്ക് തള്ളിവിടുകയല്ല, മറിച്ച് പരീക്ഷിക്കുകയാണ്, അവൻ്റെ വിശ്വസ്തത പരീക്ഷിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മെ പ്രലോഭനത്തിലേക്ക് തള്ളിവിടുകയല്ല, മറിച്ച് തൻ്റെ വിശ്വസ്തത തെളിയിക്കുവാനുള്ള പരീക്ഷണങ്ങളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 44:20 നാം കാണുന്നുണ്ട്, സ്വർണ്ണമുലയിൽ എന്നതുപോലെ നീതിമാന്മാരെ ദൈവം പരിശോധിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലും 5-ാം വചനത്തിലും 6-ലുമൊക്കെ ഈ പരാമർശങ്ങൾ, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. ജോബിൻ്റെ പുസ്തകത്തിൽ മുഴുവനും ദൈവത്തിൻ്റെ ഈ പരീക്ഷണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നാം കാണുക. അപ്പോൾ ഇവിടെ പ്രലോഭകനായി എത്തുന്നത് പിശാചാണ്, പരീക്ഷകനായി എത്തുന്നത് യേശുവാണ് അല്ലെങ്കിൽ ദൈവമാണ്. ജോബിൻ്റെ കഥയിൽ പരീക്ഷകനായി എത്തുന്നത് ദൈവമാണ്, പ്രലോഭനായി എത്തുന്നത് പിശാചാണ്. ഈ പ്രലോഭനം എന്ന വാക്കാണ്, അല്ലെങ്കിൽ പ്രലോഭനം എന്ന വാക്കിനേക്കാൾ നല്ലത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പരീക്ഷ എന്ന വാക്ക്. അതിന് ഗ്രീക്കിൽ നമുക്ക് കാണാൻ പറ്റും പെയ്റാക്സോ എന്നൊരു വാക്കുണ്ട്. പെയ്റാക്സോ, അതാണ് പരീക്ഷണം എന്നുള്ള വാക്ക്. അപ്പോൾ ഈ പരീക്ഷണത്തിന് യേശു മരുഭൂമിയിൽ പരീക്ഷണത്തിന് വിധേയനായി എന്നാണ് നാം മനസ്സിലാക്കുക. അപ്പോൾ പ്രലോഭനത്തിന് പ്രധാനമായി 2 ഭാഗമാണുള്ളത്. ഒന്ന് ഒരു ഉൾപ്രേരണ, ഒരു പ്രചോദനം. രണ്ടാമത്തേത് അത് ചിലപ്പോൾ വികാരങ്ങളിൽ നിന്നോ ജഡികാഭിലാഷങ്ങളിൽ നിന്നോ സ്വാർത്ഥമോഹനങ്ങളിൽ നിന്നോ സഹനത്തിൽ നിന്നുള്ള ഭയത്തിൽ നിന്നോ തിന്മയുടെ ശക്തിയിൽ നിന്നോ ഒക്കെ ഉരുത്തിരിയുന്ന ഒരു തരം പ്രചോദനമാണ്. അതിനെയാണ് ഇവിടെ പലപ്പോഴും പ്രലോഭനം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്.
അപ്പോൾ അതാണ് ഒന്നാമത്തെ ഭാഗം. പ്രലോഭനത്തിൻ്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ പരീക്ഷണത്തിൻ്റെ രണ്ടാം ഭാഗം, അത് നേരിടാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ പരീക്ഷണങ്ങളെ നേരിടാനുള്ള ശക്തി കൂടി ദൈവം നൽകുന്നു. അത് നമ്മുടെ ആത്മാവിൽ നിന്ന് ഉയരുന്ന ഒരു ശബ്ദമാണ്, ഒരു പ്രചോദനമാണ്. അപ്പോൾ ഈ പരീക്ഷണങ്ങളെ നേരിടാനുള്ള കരുത്ത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാകാവുന്നത്, ദൈവമേ, അങ്ങ് ഞങ്ങളെ ഈ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ പരീക്ഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രചോദനങ്ങളിൽ വീഴുപോകാതെ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളൊരു ചിന്തയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ച് വരുന്നവൻ കരുത്തുള്ളവനായിരിക്കും. അപ്പോൾ ഈ കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. അവൻ പരീക്ഷിക്കപ്പെടുന്നത് വഴി അവൻ കരുത്തുള്ളവനായി എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന ഒരു ബാഹ്യമായ ഒരു അർത്ഥത്തിനപ്പുറം അവിടുന്ന് ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ പരീക്ഷകളിൽ നിന്ന്, എൻ്റെ ജഡികാഭിലാഷത്തിൽ നിന്നോ താല്പര്യങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടാകാവുന്ന ആ സാഹചര്യത്തിലെ പരീക്ഷകളിൽ ഞാൻ ഉൾപ്പെടുമ്പോൾ, ആ സാഹചര്യത്തിൽ ഞാൻ കരുത്തുള്ളവനാണോ എന്ന് തെളിയിക്കുവാനുള്ള പരീക്ഷണങ്ങൾ എനിക്ക് നൽകപ്പെടുമ്പോൾ, അതിൽ അടിപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു പോകാതെ എൻ്റെ ആത്മാവിൽ നിന്ന് ഉയരുന്ന ആ സ്വരം കേട്ടുകൊണ്ട് അതിൽ വിജയിക്കുവാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ എന്നുള്ള ആന്തരികമായ ഒരു ശക്തിയാണ് ഇവിടെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ എന്ന യാചനയിലൂടെ നാം പലപ്പോഴും സാധിക്കുന്നത് എന്ന് ഉള്ള ഒരു ആന്തരികാർത്ഥം നമുക്ക് മനസ്സിലാക്കാം. പ്രലോഭനം എന്ന വാക്ക് നാം ഉപയോഗിക്കുമ്പോഴും അത് പരീക്ഷയായിട്ടാണ് നാം കരുതേണ്ടത്. പരീക്ഷ ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ കുറവ് കൊണ്ടുണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി, കരുത്ത് ഞങ്ങൾക്ക് നൽകി അതിൽ വീഴാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരീക്ഷകളിൽ വീഴുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് 3 അല്ലെങ്കിൽ പരീക്ഷയിൽ വീഴരുതേ എന്ന പ്രാർത്ഥനയ്ക്ക് 3 മാനങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഞങ്ങളുടെ ശക്തിക്കപ്പുറമുള്ള ഒരു പരീക്ഷയും ഞങ്ങൾക്ക് നൽകരുതേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. സമചിത്തതയും ശക്തിയും കാത്തു സൂക്ഷിക്കുന്നതിനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. പ്രലോഭനം അല്ലെങ്കിൽ പരീക്ഷയുടെ വേളകളിൽ ഞങ്ങളെ കൈവിടരുതേ. ഉടൻ വീണുപോയാൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഏതെങ്കിലും ഒരു കാരണത്താൽ വീണുപോയാൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഇപ്രകാരമുള്ള ചിന്തകളാണ് ഈ വാക്കുകളിലൂടെ നമുക്കതിൻ്റെ ഉള്ളർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അല്ലാതെ മറിച്ച് ദൈവം നമ്മളെ പ്രലോഭനത്തിൽ, തിന്മകളിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥമല്ല. എല്ലാ തിന്മകൾക്കും കാരണം ദൈവം നമ്മളെ പ്രലോഭനത്തിന് വഴിവെക്കുന്നു എന്നൊരു ചിന്തയല്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നാം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ള മറ്റൊരു വചനഭാഗമാണ് 10-ാം അധ്യായത്തിലെ 5ഉം 6ഉം വചനങ്ങൾ. 10-ാം അധ്യായത്തിലെ 5ഉം 6ഉം വചനങ്ങൾ അതിപ്രകാരമാണ്: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കുകയും വരുത്. നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, നിങ്ങൾ സമറിയാക്കാരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കുകയും വരുത് എന്ന് ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി അല്ലെങ്കിൽ തങ്ങളുടെ ദൗത്യത്തിനായി പറഞ്ഞയക്കുമ്പോൾ യേശു ഈ വാണിംഗ് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കാം യേശു വിജാതിയരെ ഇപ്രകാരം വെറുക്കുകയാണോ, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷ പ്രകാരം ഏകപക്ഷീയമായ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് യേശു മാറിയോ? ഇസ്രായേൽക്കാരുടെ നഷ്ടപ്പെട്ടവരുടെ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്നുള്ള പ്രയോഗം, അത് ഇന്നത്തെ ലോകത്തിന് നമുക്ക് യേശുവിൻ്റേതായി സ്വീകരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം നഷ്ടപ്പെട്ട ഇസ്രായേലിൻ്റെ ആടുകളുടെ അടുത്തേക്കാണ് നിങ്ങളെ അയക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വിജാതിയരുടെ ദേശത്തോ സമറിയാക്കാരുടെ ദേശത്തേക്ക് പോകരുത് എന്നൊരു ചിന്ത വരുന്നത്? അപ്പോൾ യേശു വിജാതിയരുടെ വിരോധിയാണോ? ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് മതപരവും വിജാതീയവുമായ ചിന്തകൾ ഉയർന്നുമ്പോൾ യേശു ഒരു വർഗീയവാദിയും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വിജാതീയരെയൊക്കെ പുറത്തു നിർത്തുന്ന സ്വഭാവമുള്ളവനായിരുന്നു എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ കൂടെ പലപ്പോഴും ചിലർക്ക് സംശയത്തിന് കാരണമാകാം. അപ്പോൾ നാം ഇത് മനസ്സിലാക്കാൻ പരിഗണിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അനേകം വിജാതിയർ കടന്നു വരികയും യേശുവിൻ്റെ
അത്ഭുതങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലം വിജാതീയരായ മനുഷ്യരും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലുമൊക്കെ യേശു ഒരു വിജാതീയ വിരോധി അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഉത്തരം പ്രകാരമാണ്, ഒരുപക്ഷെ ഇത് യേശുവിൻ്റെ വചനങ്ങൾ അല്ലായിരിക്കാം എന്നൊരു ചിന്ത ചില ദൈവശാസ്ത്രന്മാരുടെ ഇടയിലുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മത്തായി സുവിശേഷകൻ അല്ലെങ്കിൽ മത്തായി സുവിശേഷകൻ്റെ സുവിശേഷം ക്രോഡീകരിച്ച അവസാന കാലഘട്ടങ്ങളിൽ യാഥാസ്ഥിതിക യഹൂദ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ഒരു ഉറവിടത്തിൽ നിന്നുള്ള ഒരു ഭാഗമാകാം എന്ന് ചില പണ്ഡിതാഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും യേശുവിൻ്റെ സുവിശേഷത്തിൽ വിജാതിയർ പങ്കുകൊള്ളുന്നതായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇസഹാക്കിൻ്റെയും അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൈതൃക അവകാശമായി ദൈവരാജ്യത്തിൽ യഹൂദർ പ്രവേശിക്കുമെന്നുള്ള ഒരു മുൻധാരണ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യഹൂദ ചായ്വുള്ള ഏതെങ്കിലും ഉറവിടത്തിൽ നിന്ന് വന്നതാകാം ഇതിൻ്റെ മൂല ഉറവിടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റേതായ ഒരു ചായ്വ് ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതിൻ്റെ ഉപരിയായി എന്തുകൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞതിൻ്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് നാം കടന്നു പോവുകയാണെങ്കിൽ, നൽകപ്പെട്ട യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ദൗത്യം നൽകുമ്പോൾ ഒരു പരിമിതമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പരിമിതമായ സ്ഥലത്തും പരിമിതമായ സമയത്തിനുമുള്ളിലുമാണ് ഈ ദൗത്യം നൽകുന്നത്. ദൈവരാജ്യം സ്വീകരിക്കുവാനായി അയക്കപ്പെട്ട യഹൂദരുടെ കേന്ദ്രീകരിക്കാൻ പ്രത്യേകമായ നിർദ്ദേശം നൽകുന്നതിൻ്റെ ഒരു കാരണം അതൊരു യഹൂദരുടെ അല്ലെങ്കിൽ യഹൂദരായ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ ഒരു പരിമിതമായ ഒരു സ്ഥലത്താണ് ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുവാൻ യഹൂദർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് പഴയ നിയമത്തിൽ തന്നെ നാം പലയിടത്തും കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ യേശു പരാമർശിക്കുമ്പോൾ അതിന് 3 കാരണങ്ങളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഒന്ന്, യഹൂദർക്ക് ദൈവിക പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. കാരണം രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത് എന്ന് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. രണ്ടാമത്തെ കാരണം, ഈ 12 ശിഷ്യന്മാരും വിജാതീയരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അക്കാലത്ത് അത്ര പ്രാപ്തി ഉണ്ടായിരുന്നവരല്ല, അല്ലെങ്കിൽ അത്രമാത്രം ഒരു പശ്ചാത്തലം അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം, ഒരു സൈന്യാധിപന് തൻ്റെ മുമ്പിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ യേശു യഹൂദരിലൂടെ അല്ലെങ്കിൽ യഹൂദരായ ശിഷ്യരിലൂടെ യഹൂദ മതത്തിൻ്റെ സുവിശേഷീകരണമാണ് ആദ്യം ലക്ഷ്യം വെച്ചത്. അല്ലെങ്കിൽ ആദിമസഭയുടെ ആ പ്രഥമകാലത്ത് യഹൂദരിലൂടെ യഹൂദരിലേക്ക് ഈ സുവിശേഷം എത്തുക എന്നുള്ള ആദ്യത്തെ പടിയായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ യേശു യഹൂദരോട് മാത്രമല്ല വിജാതീയരോട് അനുകൂലമായ നിലപാടും അനുഭാവപൂർണമായ നിലപാടും നടത്തിയിരുന്നുവെന്നും അവസാനം തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം ഞങ്ങൾ ലോകത്തിലെ എല്ലാ സൃഷ്ടികളോടും പോയി ശിഷ്യരാക്കുവിൻ, സുവിശേഷം പ്രഘോഷിക്കുമെന്ന വചനവും ചേർത്ത് വായിക്കുമ്പോൾ ഈ ഉത്തരമാണ് പലപ്പോഴും നമുക്ക് ന്യായീകരണമായി മനസ്സിലാക്കുക എന്ന് നമുക്കറിയാം. നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ട മറ്റൊരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 35-ാം തിരുവചനം. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല. സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ എന്ന ഭാഗത്ത് നമ്മുടെ മനസ്സുടക്കുമ്പോൾ പലപ്പോഴും മനസ്സാക്ഷിയുള്ളവർക്ക് അത് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പലപ്പോഴും മനപ്രയാസം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്നോടും ക്ഷമിക്കപ്പെടുകയില്ല എന്നൊരു ഉൾബോധം നമുക്ക് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നത് സ്വന്തം കടക്കാരനോട് ക്ഷമിക്കാത്ത ഒരു രാജസേവകന് രാജാവ് കൊടുക്കുന്ന ശിക്ഷയാണ്. പലപ്പോഴും പത്രോസും യേശുവും തമ്മിലുള്ള സംസാരത്തിൽ നാം കാണുന്ന ആ ഭാഗമാണിത്. ക്ഷമിക്കേണ്ടതിനെ പറ്റി ആവർത്തിച്ച് യേശു പറയുന്നുണ്ട്. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് ഈശോ പറയുന്നതാണ് 7 പ്രാവശ്യമോ എന്ന് പത്രോസ് ചോദിക്കുമ്പോഴാണ് യേശു പറയുന്നത് 70 പ്രാവശ്യം ക്ഷമിക്കണം. ക്ഷമയ്ക്ക് ഒരു അതിർത്തി വരമ്പുകളില്ല എന്നതാണ് ഈ വചനത്തിൻ്റെ ആന്തരികമായ അർത്ഥം. ഇവിടെ സഹോദരനും തമ്മിലുള്ള ക്രയവിക്രയങ്ങളിൽ അല്ലെങ്കിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ്
ഈ സഹോദരനെതിരായ പാപം എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നത്. ഇത് സമൂഹത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. എല്ലാ പാപവും എല്ലാ തിന്മയും അത് ചെയ്യുന്നവരെ മാത്രമല്ല, തനിക്ക് ചുറ്റുമുള്ള ഒരു വിശാല സമൂഹത്തെ കൂടി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് പാപവും, ഏത് ചെറിയ പാപവും, ഏത് വ്യക്തിപരമായ പാപവും സമൂഹത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം ഇവിടെ ഞാൻ ചൂണ്ടിക്കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലും 16-ാം അധ്യായത്തിൽ അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ പോലെയാണ് ഇത് പ്രതിപാദിച്ചിരിക്കുക. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. റബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് തൻ്റെ സഹോദരനോട് ഒരുവൻ 4 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. നിയമപ്രകാരം ഒരു യഹൂദന് ക്ഷമയുടെ ധാർമ്മികത എന്ന് പറയുന്ന 4 പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം 4 പ്രാവശ്യം ക്ഷമിച്ചിട്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അനുവാദം യഹൂദന്മാർക്കുണ്ടായിരുന്നു റബിമാരുടെ നിയമ വിശകലനമനുസരിച്ച്. അപ്പോൾ അതിനേക്കാൾ അതിലംഘിക്കുന്ന ഒരു നമ്പറാണ് പത്രോസ്ലീഹ യേശുവിനോട് ചോദിക്കുന്നത്. ഞാൻ 7 പ്രാവശ്യം ക്ഷമിക്കണമോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ യഹൂദരുടെ നിയമത്തിൻ്റെ വരമ്പുകൾ കടക്കുന്നതിൻ്റെ താല്പര്യം കാണിക്കുന്ന ഒരു പത്രോസിനെയാണ് നാം കാണുക. എന്നാൽ യേശു അതിന് ഉത്തരമായി പറയുന്നത് 70 പ്രാവശ്യം എന്ന് പറയുമ്പോൾ യഹൂദ പാരമ്പര്യത്തിൻ്റെ അതിർവരമ്പുകളെ അതിലംഘിക്കുന്ന ക്രിസ്തീയ ധാർമ്മികതയുടെ ആ വലിപ്പവും അതിൻ്റെ ആഴവും അതിൻ്റെ വിശാലതയുമാണ് യേശു പറയുക. പഴയ നിയമത്തിലേക്ക് നാം പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലമായി നാം കാണുക, ആ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 24-ാം വചനത്തിൽ ലാമേക്കിൻ്റെ യുദ്ധഗാനവുമായി ഇതിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ആരെങ്കിലും കായേനെ കൊല്ലുകയാണെങ്കിൽ അവൻ്റെ മേൽ 7 ഇരട്ടി പ്രതികാരം ഞാൻ ചെയ്യും. ഇതനുസരിച്ച് ലാമേക്ക് തൻ്റെ യുദ്ധഗാനത്തിൽ പ്രകാരം ഒരു പൊങ്ങച്ചം പറയുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ ലാമേക്കിൻ്റേത് 70 ഇരട്ടിയായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 24-ാം വചനം. 70 ഇരട്ടിയായ പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഒരു സൂചന നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 70 ഇരട്ടിയായി പ്രതികാരം ചെയ്യുന്ന ഒരു ചിത്രം നമുക്കിവിടെ വായിച്ച് കാണിക്കാം. അങ്ങനെ പഴയ നിയമത്തിൽ 70 ഇരട്ടിയായി പ്രതികാരം ചെയ്യുന്നതിൻ്റെ സൂചനയും ഛായയ്ക്കും എതിരായി യേശു പറയുകയാണ് പുതിയ നിയമത്തിൽ 70 ഇരട്ടിയായി ക്ഷമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്ദേശം ക്ഷമയുടേതാണ്. അത് അതിർവരമ്പുകളില്ലാതെ, പരിമിതികളില്ലാതെ ഉയരവും ആഴവും വിശാലതയും നിറഞ്ഞതാണ് എന്നിവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ക്ഷമ എന്നതിനുള്ള വാക്ക് മക്രേത്തുമേവു എന്നൊരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ക്ഷമയെ സൂചിപ്പിക്കുന്ന സപ്തതിയിലുള്ള വാക്കാണ്. ഈ ഹീബ്രു വാക്ക് ദൈവത്തിൻ്റെ അപരിമേയമായ അളവില്ലാത്ത ക്ഷമയെ സൂചിപ്പിക്കാനാണ്. അതിൻ്റെ അർത്ഥം വിധിക്ക് മുമ്പ് പശ്ചാത്തപിക്കാനുള്ള അവസരം നൽകുന്നതാണ് ദൈവത്തിൻ്റെ ക്ഷമ. സപ്തതിയിൽ ദൈവത്തിൻ്റെ ക്ഷമയെ പറ്റി പരാമർശിക്കുമ്പോൾ ക്ഷമിക്കപ്പെടേണ്ടവന് അവസരം നൽകുന്നതാണ്. അതായത് അവന് അനുതപിക്കാനും പശ്ചാത്തപിക്കാനുമുള്ള അവസരം നൽകിയതിന് ശേഷം ഇപ്പോൾ ക്ഷമിക്കുക എന്നതിൻ്റെ അർത്ഥം അവസരം നൽകുക എന്നുള്ളതാണ്, അനുതപിക്കാനുള്ള അവസരം. അപ്പോൾ ഒരുവനോട് എത്ര പ്രാവശ്യം അവസരം കൊടുക്കണമെന്ന് ചോദിച്ചാൽ അവനോട് പ്രതികാരം ചെയ്യാൻ നീ കാട്ടുന്നതിനേക്കാൾ സമയവും വ്യാപ്തിയും അവസരവും അവന് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഒക്കെ ഈ ക്ഷമയുടെ ആഴത്തെപ്പറ്റി നാം അധികമായി കാണുന്നുണ്ട്. അപ്പോൾ 2 കടക്കാരുടെയും പാപങ്ങളും കുറവുകൾ ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ വിളിച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ഷമയുടെ അതിർവരമ്പുകളില്ലാത്ത പുതിയ നിയമത്തിൻ്റെ പാഠങ്ങളാണ് ഈ പരാമർശത്തിലൂടെ മത്തായി സുവിശേഷത്തിലെ യേശു നമുക്ക് നൽകുന്നത്. നാം മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നീട് നാം കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം 19-ാം അധ്യായത്തിൽ 12-ാം വചനത്തിൽ കാണുന്ന സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാക്കപ്പെട്ടവർ. സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാക്കപ്പെട്ടവർ എന്നൊരു പരാമർശം കാണാം. പലപ്പോഴും ഇത് തെറ്റായി അല്ലെങ്കിൽ അവഹേളനപരമായി ഉപയോഗിക്കുന്നതായും ചിലപ്പോഴൊക്കെ മനസ്സിലാകാത്തതായും ഒക്കെ നാം കാണാറുണ്ട്. ഈ പരാമർശം മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് കാണാനാവൂ.
ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡരാക്കപ്പെടുന്നവർ എന്നൊരു പ്രയോഗം മറ്റൊരു സുവിശേഷത്തിൽ നാം കാണുന്നില്ല. ഇവിടെ മത്തായി ശ്ലീഹ ഇത് സുവിശേഷിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രതിപാദിക്കുന്നത് വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെ പറ്റിയുമുള്ള ചർച്ചയ്ക്കിടയിലാണ്. അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യം പറയുക. ആ വിവാഹമോചനത്തിലൂടെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് യേശു കട്ടായം പറഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദ്യത്തിന് ഉത്തരമായാണ് യേശു പറയുന്നു, വരം നൽകപ്പെട്ടാലല്ലാതെ ഇതാർക്കും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ബ്രഹ്മചര്യം, അതായത് വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യായിരിക്കുക എന്നുള്ളതൊരു വരമാണ് എന്ന് ഈശോ ഇവിടെ അത് നൽകപ്പെട്ടവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് യേശു അടിവരയിട്ട് പറയുമ്പോഴാണ് ഈ ഷണ്ഡന്മാരെ പറ്റിയുള്ള പരാമർശം നടത്തുക. മത്തായിയെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള ഷണ്ഡത്വത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് ജന്മന റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രത്യുൽപാദനശേഷി അല്ലെങ്കിൽ ജന്മന ഷണ്ഡന്മാരാക്കപ്പെട്ടവരുണ്ട്. 3 തരത്തിലുള്ള ഷണ്ഡത്വത്തെക്കുറിച്ചാണ് മത്തായി ശ്ലീഹ പറയുക. ഒന്നാമത്തേത് നമുക്കൊക്കെ മനസ്സിലാവുന്ന ജന്മനായുള്ള ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഒരു കുറവ്, അതായത് വിവാഹ ജീവിതത്തിൻ്റെ കടമകൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ, അങ്ങനെ ജനിക്കുന്നവരുണ്ട്. മറ്റൊന്നാണ് മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവർ. പുരാതന പൗരസ്ത്യ സംസ്കാരങ്ങളിൽ അധികം പരിചയമില്ലാത്തതാണത്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നത്. ഒരുപക്ഷെ രാജകൊട്ടാരങ്ങളിലെ അന്തഃപുരങ്ങളിൽ വസിക്കുന്ന രാജാവിൻ്റെ ദാസ്യവൃത്തി ചെയ്യുന്നവരെ പ്രകാരം ഷണ്ഡരാക്കപ്പെട്ടിരുന്നു എന്ന് നാം പലപ്പോഴും ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാറുണ്ട്. കന്യകമാരുടെ കന്യത്വത്തെ ഭംഗം വരുത്താതിരിക്കാൻ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ടായിരുന്നു എന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ 3ാമത്തെ ഷണ്ഡത്വമാണ് ഇവിടുത്തെ പരാമർശ വിഷയം. അത് ഗ്രഹിക്കാൻ സാധിക്കാത്തതാണ്. സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡരാക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. പലപ്പോഴും സന്യാസത്തെപ്പറ്റിയുമൊക്കെ പരാമർശിക്കുമ്പോൾ ചിലർ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, ബൈബിളിലെങ്ങും സന്യാസത്തെപ്പറ്റി പരാമർശമില്ല, യേശു ഒരിക്കലും സന്യാസത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബ്രഹ്മചാരികളെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നാം കാണുന്നു, ദൈവരാജ്യത്തെ പ്രതി വിവാഹ ജീവിതം വേണ്ടാന്ന് വെക്കുന്ന, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കടമകളെ വേണ്ട എന്ന് വെക്കുന്നവരുണ്ട് എന്ന് യേശു തന്നെ തൻ്റെ സ്വരത്തിലൂടെ പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അടിവരയിടുന്നത്. ആദിമസഭയിലെ പണ്ഡിതനായിരുന്ന ഒറിജിൻ അക്ഷരാർത്ഥത്തിൽ ഇപ്രകാരം ഷണ്ഡനാകാൻ ശ്രമിച്ചു എന്ന് ചില പരാമർശങ്ങളുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഷണ്ഡരാകുന്നത് അല്ലെങ്കിൽ ബ്രഹ്മചര്യം യഹൂദരുടെ കുറവായിരുന്നെങ്കിലും ഖുമറാൻ സമൂഹത്തിലുണ്ടായിരുന്നവർ എസീനുകൾ ബ്രഹ്മചര്യം പാലിച്ചിരുന്നു നമുക്കറിയാം. സ്വന്തം ഇഷ്ടപ്രകാരം അവർ ബ്രഹ്മചാരികളായി വിവാഹം ചെയ്യാതെ ജീവിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഇത് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നില്ല. ഖുമറാൻ സമൂഹത്തിലുണ്ടായിരുന്നവരും സ്നാപയോഹന്നാനും യേശുവുമൊക്കെ ആയിട്ടാണ് ജീവിച്ചതെന്ന് നമുക്കറിയാം. ഖുമറാൻ പുരോഹിതരെ ബ്രഹ്മചാരികളായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ ശരിയായ ഇതിൻ്റെ അർത്ഥം മത്തായി ശ്ലീഹ ഇത് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യത്തെ ഹൈലൈറ്റ് ചെയ്യുവാനും അതിനെ അടിവരയിടുവാനും വേണ്ടിയാണ് ഇക്കാര്യം പരാമർശിക്കുക. അതായത് മതപീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസത്തെ സംരക്ഷിക്കാനും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രകാരം വിവാഹരഹിതരായി ജീവിച്ചിരുന്നവർക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജഡികമായ ജീവിതത്തെയോ തൻ്റെ കുടുംബജീവിതത്തെയോ ഒക്കെ നിസ്സാരമായി കരുതി ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവനും ജീവിതവും എല്ലാം സമർപ്പിച്ച അനേകരുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിവാഹം ചെയ്യാത്തവർക്ക് അപ്രകാരം ചെയ്യുവാൻ വലിയ ശക്തിയും പ്രചോദനവും നൽകപ്പെട്ടിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ദൈവരാജ്യത്തിന് വേണ്ടി ബ്രഹ്മചാരികളാകുന്നതിനെപ്പറ്റി പ്രത്യേകമായി പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ, വിശുദ്ധ ബർണബാസ്, ആയിരക്കണക്കിന് മിഷണറിമാർ, ശുശ്രൂഷകരൊക്കെ ലോകവ്യാപകമായി യാത്ര ചെയ്തും ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് കുടുംബ ബാധ്യതകൾ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി സ്വയം ചിലവഴിക്കുവാൻ തങ്ങളുടെ ആയുസ്സും ആരോഗ്യവും തങ്ങളുടെ ജീവിതവും നൽകുന്നതിന്, വിശ്വാസത്തിന് വേണ്ടി നൽകുന്നതിന്
ഇപ്രകാരമുള്ള ചില രീതികൾ ദൈവദാനമായി സ്വീകരിച്ചവരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ അപ്രകാരമുള്ള യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്ന യുക്തമെന്ന് തോന്നുന്നവർ അത് ദൈവദാനമായി സ്വീകരിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യേകമായ കാര്യമാണ് നമുക്ക് നൽകുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1 ലേഖനം 7 അധ്യായം 2 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ പലർക്കും പല ദാനങ്ങളാണ് നൽകപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മചര്യം ഒരു ദാനമായി യേശുവും തുടർന്ന് പൗലോസ്ലീഹായും അടിവരയിട്ട് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തിന് അല്ലെങ്കിൽ ദൈവരാജ്യത്തെ അടിസ്ഥാനമിട്ട് പണിയുവാൻ ബ്രഹ്മചര്യത്തിൻ്റെ മൂലക്കല്ലുകൾ, ബ്രഹ്മചര്യത്തിൻ്റെ ശിലകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദം എന്ന ഒരു ചിന്ത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആധുനിക ലോകത്തിൽ അത് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശാരീരിക നിയന്ത്രണവും ആത്മസമർപ്പണവും കൊണ്ട് മുഴു സമയവും സിദ്ധികളും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഉപയോഗിക്കുകയും മറ്റു കുടുംബ ബന്ധങ്ങളിൽ നിന്നും മോചിതരായി ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുകുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രചോദനാത്മകമായ വിവരണമാണ് ഈ പരാമർശം കൊണ്ട് മത്തായി സുവിശേഷകൻ നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നാം കാണുന്ന മറ്റൊരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 22 അധ്യായത്തിലെ 12 വചനം. വിവാഹവസ്ത്രമില്ലാതിരുന്ന മനുഷ്യനെ അതിൻ്റെ പേരിൽ പുറത്താക്കിയ ഒരു സുവിശേഷത്തിൻ്റെ വിവരണം നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ 22 അധ്യായത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ വിവാഹ വിരുന്നിൻ്റെ ഉപമയുണ്ടെങ്കിലും ഈ ഉപമകൾ തമ്മിൽ അല്പം വ്യത്യാസമുള്ളത് മത്തായിയുടെ സുവിശേഷ പ്രകാരം വിവാഹവസ്ത്രമില്ലാതിരുന്നു എന്നതിൻ്റെ പേരിൽ അന്ധകാരത്തിലേക്കും ഈ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അതിഥിയെ തള്ളിവിടുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു അനീതിയായി നമുക്ക് തോന്നാം. വഴിയിലിരുന്നവനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് വിവാഹത്തിന് ഒരുക്കമുള്ള സമയത്ത് പരിശോധിക്കുകയും അവനെ പുറത്താക്കുകയും ചെയ്തപ്പോൾ ചിലരൊക്കെ പ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര അന്യായമാണ്! അവൻ വഴിയിലിരുന്ന ഭിക്ഷക്കാരനായിരുന്നു, അവന് വിവാഹ വസ്ത്രം ഇല്ലാതിരുന്നു എന്ന് അറിയാമായിരുന്ന യജമാനൻ എന്തുകൊണ്ടാണ് ഇത്ര അനീതിയായി പ്രവർത്തിച്ചത്? അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു സംഭവമല്ല, ഇതൊരു കഥയാണ്, അല്ലെങ്കിൽ ഒരു ഉപമയാണ്. ഈ ഉപമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, മധ്യപൂർവ്വ ദേശത്ത് രാജാവിൻ്റെ വിവാഹ ചടങ്ങിലോ അല്ലെങ്കിൽ മറ്റേത് ആഘോഷങ്ങളിലോ പങ്കെടുക്കാൻ ഒരാൾക്ക് ക്ഷണം കിട്ടുമ്പോൾ ആ ക്ഷണത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ വിളിയോടൊപ്പം ആ ആഘോഷത്തിന് അണിയാനുള്ള വസ്ത്രങ്ങളും കൂടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരാചാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഉദാഹരണമായി ഒരാളെ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ക്ഷണക്കത്ത് കൊടുക്കുമ്പോൾ അതോടൊപ്പം അണിഞ്ഞുകൊണ്ട് വരാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും കൂടി കൊടുക്കുകയാണെങ്കിൽ എത്ര നല്ലതാണല്ലേ. അങ്ങനെ നടന്നിരുന്നു, അല്ലെങ്കിൽ അപ്രകാരം നടന്നിരുന്നു. അപ്പോൾ അത് അണിഞ്ഞുകൊണ്ട് വരിക എന്നുള്ളത് ഈ ക്ഷണിക്കപ്പെട്ടവൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ക്ഷണിക്കുക എന്നുള്ളതും അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതും രാജാവിൻ്റെ അല്ലെങ്കിൽ അത് ചെയ്യുന്നവൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ആഘോഷത്തിനോ ആ വിവാഹത്തിനോ യോജിച്ച വിധം എത്തുക എന്നുള്ളത് ക്ഷണിക്കപ്പെട്ടവൻ്റെ കടമയാണ്. ഇവിടെ ഈ വ്യത്യസ്തമായ ഉപമയിൽ അതായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ രക്ഷ അല്ലെങ്കിൽ അത് കടന്നു വരാവിൻ്റെ ഉത്തരവാദിത്വം അവൻ പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് അവനോട് കോപിച്ച് ദൈവം അല്ലെങ്കിൽ ഈ രാജാവ് അവനെ പുറത്താക്കിയത്. അപ്പോൾ ഇത് നാം നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെടുത്തിയാണ് നാം ചിന്തിക്കേണ്ടത്. യേശു അല്ലെങ്കിൽ ഈ ഉപമ പറയുന്നത് അന്ത്യവിധിയുമായി ബന്ധപ്പെടുത്തിയാണ്. ഇതിന് ഈ വിവാഹ വസ്ത്രത്തിന് പ്രതീകാത്മകമായ ചില ലക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രതീകാത്മകമായാണ് നാം മനസ്സിലാക്കുക. പഴയ നിയമത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ വസ്ത്രം ധരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് ദർശിക്കാനാവും. ഉദാഹരണം യേശയ്യായുടെ പ്രവചനത്തിൻ്റെ 61:10 എസെക്കിയേലിൻ്റെ 16 അധ്യായം 8 മുതൽ 14 മുതലുള്ള വചനങ്ങളിലും രക്ഷിക്കപ്പെട്ടവനെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകം 3 അധ്യായം 4 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നീതിമാന്മാരെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ദൈവമഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞാടൻ്റെ വിരുന്നിൽ മൃദുവായതും ശോഭയേറിയതുമായ ശുത്രവസ്ത്രം ധരിച്ചുകൊണ്ട് വധു ധരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വെള്ളവസ്ത്രം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെട്ടവരുടെയും അടയാളമാണെങ്കിൽ വിവാഹ വിരുന്നിന് വന്നവൻ
ആ ശുഭ്ര വസ്ത്രമില്ലാതെ, ശുദ്ധിയുള്ള വസ്ത്രമില്ലാതെ, വിവാഹ വസ്ത്രമില്ലാതെ, ഒരുക്കമില്ലാതെ കടന്നു വന്നു എന്നുള്ളതാണ് അർത്ഥം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൻ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് തൻ്റെ ദൈവിക വിരുന്നിലേക്ക് പ്രവേശിക്കുവാൻ അവൻ സ്വയം ഒരുക്കിയില്ല, അല്ലെങ്കിൽ അവൻ ഒരുക്കമുള്ളവനായിരുന്നില്ല, അവൻ ചെയ്യേണ്ട കടമ ചെയ്തില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നു, പാപത്തിൽ ജീവിക്കുന്നവർ നഗ്നരാണെന്ന് പറയുന്നു. പാപത്തിൽ ജീവിക്കുന്നവർ നഗ്നരാണ്. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ഈ ധവള വസ്ത്രത്തെ സൂചിപ്പിക്കുന്നത് അവനെ നഗ്നത മാറ്റി, പാപം മാറ്റി ശുഭ്ര വസ്ത്രം ധരിക്കുന്നു എന്നതിനെയാണ്. അപ്പോൾ വിവാഹ വസ്ത്രം എന്നുദ്ദേശിക്കുന്നത് ദൈവമഹത്വത്തിൻ്റെ അങ്കി അണിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ മത്തായിയുടെ സുവിശേഷം എഴുതുന്നത് നമുക്കറിയാം AD 75-നും 90-നും ഇടയ്ക്കാണ്. അപ്പോൾ വിവാഹ വസ്ത്രത്തിൻ്റെ ഉപമ അന്നത്തെ കാലഘട്ടത്തിലെ ക്രിസ്തീയ സമൂഹത്തിനുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു, ഒരു താക്കീത് കൂടിയായിരുന്നു. സമൂഹത്തിൽ അനവധി യഹൂദരും വിജാതീയരും ഉണ്ടായിരുന്നു. യഹൂദ ക്രിസ്ത്യാനികൾക്ക്, ഈ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് യഹൂദ ക്രിസ്ത്യാനികൾക്ക് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം തങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കും ഉള്ള പ്രതിഫലമായിട്ടാണ് പലപ്പോഴും അവർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് ദൈവം തന്നെയാണ് നൽകുന്നതെന്നും അത് സ്വീകരിച്ച് അതിനോട് വിശ്വസ്തത പുലർത്തി അതിനോട് സഹകരിക്കുമ്പോഴാണ് ഒരുവനെ രക്ഷ പൂർണ്ണമായും സ്വീകരിക്കാനാവുക എന്നുള്ള പാഠമാണ് ഈ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷകൻ നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ വസ്ത്രം ദൈവം നൽകിയിരിക്കുന്നു. ആ വസ്ത്രം അഴുക്ക് കൂടാതെ സൂക്ഷിക്കാനും അത് അണിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രത്യക്ഷപ്പെടാനുമുള്ള ഒരു ഒരുക്കവും ഒരു കടമയും നമുക്കുണ്ട് എന്നാണ് നമുക്ക് സാധിക്കുക. ദൈവത്തിൻ്റെ കൃപ നിരസിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത, ദൈവത്തിൻ്റെ കൃപയോട് ആത്മാർത്ഥമായും അർത്ഥവത്തായും വിശ്വസ്തമായും സഹകരിച്ചുകൊണ്ട് വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 23-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു വാക്കാണ്, നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഈശോ ശിഷ്യന്മാരോട് പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അപ്പോൾ പലരും ചോദിക്കുകയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാരെയും നമ്മുടെ കുടുംബത്തിലുള്ള അപ്പന്മാരെയും ഒക്കെ പിതാവെന്ന് വിളിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പിതാവെ എന്ന് വിളിക്കരുത് എന്ന് യേശു പറഞ്ഞതിൻ്റെ കാരണം, അതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം നാം മനസ്സിലാക്കുകയാണെങ്കിൽ, യഹൂദരുടെ മത ചിന്തകളനുസരിച്ച് അബ്രഹാമും ഇസ്ഹാക്ക് യാക്കോബുമായിരുന്നു അവരുടെ പിതാക്കന്മാർ. അവരെയാണ് അവർ പിതാക്കന്മാരെന്ന് അഭിസംബോധന ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നത്. സങ്കീർത്തനം 44 റോമാക്കാർക്കുള്ള ലേഖനത്തിലും 9-ാം അധ്യായത്തിലുമൊക്കെ പൂർവ്വപിതാക്കന്മാരെയാണ് പിതാക്കന്മാരെന്ന് വിളിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ യേശുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും യഹൂദ റബിമാരും യഹൂദ പണ്ഡിതന്മാരും ആ പേരുകളിൽ വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയും അപ്രകാരമായിത്തീരുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും തങ്ങളെ തന്നെ അവർ തുല്യരാക്കി ചിന്തിക്കുകയും അപ്രകാരം അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്, ആരെയും പിതാക്കന്മാരെന്ന് വിളിക്കരുത്. അതായത് അബ്രഹാത്തോടും ഇസ്ഹാക്കോടും യാക്കോബിനോടും തത്തുല്യരായി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തോടും അവരുടെ വിശ്വസ്തയോടും തത്തുല്യരായി ആരെയും സമനാക്കുവാൻ ആഗ്രഹിക്കാത്ത യഹൂദ പാരമ്പര്യത്തെ പറ്റിയാണ് യേശുവിടെ പരാമർശിക്കുക. അതേ തുടർന്ന് പറയുന്നു, നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടാൻ ഇടയാക്കരുത്. റബ്ബി എന്നുള്ളത് വളരെ ഉയർന്ന ഒരു സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനമായിരുന്നു. ഇത് കുറെ കൂടി വ്യക്തമായി നാം മനസ്സിലാക്കുകയാണെങ്കിൽ, റബ്ബി എന്നുള്ള പരാമർശം യൂദാസ് കൊറിയോത്തയാണ് യേശുവിൻ്റെ മേൽ പലപ്പോഴും നടത്തുന്നതായി നാം കാണുന്നു. അപ്പോൾ ഒരു തിന്മ നിരൂപിച്ചുകൊണ്ട് ഒരുവനെ ശ്രേഷ്ഠനാക്കുന്ന കപടമുഖമാണ് ഇവിടെ നാം കാണുക. അതുകൊണ്ട് റബ്ബി എന്ന് വിളിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രബോധനം എന്നതിനപ്പുറം ഒരു കപടമുഖത്തെയാണ് യേശുവോട് വിളിച്ച് കാണിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ കാപട്യമുള്ളവരോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരോ ഉന്നത സ്ഥാനീയരോട് തുല്യരാകാൻ ആഗ്രഹിക്കുന്നവരോ ആകരുത് ക്രിസ്തു ശിഷ്യന്മാരെന്ന് പഠിപ്പിക്കുകയാണ് ഈ 2 വാക്കുകളിലൂടെ. അതിൻ്റെ അർത്ഥം ഇന്ന് ബഹുമാന്യരായവരെ പിതാക്കന്മാരെന്ന് വിളിക്കരുത് എന്നല്ല, മറിച്ച് അവരുടെ ഉള്ളിലുള്ള കപടമുഖം, യഹൂദരുടെ ഉള്ളിലുണ്ടായിരുന്ന കപടമുഖത്തെ വെളിച്ചത്ത് കൊണ്ടുവരുവാനാണ് യേശു ഈ പ്രയോഗങ്ങൾ നടത്തുന്നത്.
അപ്പോൾ ഇപ്രകാരമുള്ള ഈ പശ്ചാത്തലത്തിൻ്റെ മനസ്സിലാക്കലുകൾ, ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം മാത്രമാണ് പിതാവ്. നാം എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഏറ്റക്കുറച്ചിലുകളില്ല. ഞങ്ങൾ പിതാക്കന്മാരും പ്രബോധകരും എന്നുള്ള ഏറ്റക്കുറച്ചിലുകളില്ല. ദൈവം മാത്രമാണ് ആത്യന്തികമായി പിതാവ്. നാം എല്ലാവരും ആ പിതാവിൻ്റെ വേർതിരിവില്ലാത്ത മക്കളാണ് എന്നുള്ള ധാർമ്മികവും ദൈവികവുമായ പ്രബോധനമാണ് യേശു ഇതിലൂടെ നമുക്ക് നൽകുന്നത്. പ്രകാരമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ അനേക സ്ഥലങ്ങൾ കുറെ കൂടി വ്യക്തമാകുവാൻ, നമുക്ക് മനസ്സിലാക്കി പഠിക്കുവാനും ചിന്തിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.